Welcome to Professional Learning app. Today we are going to explain about amniotic fluid. Okay. So amniotic fluid എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അമ്മയും കൊച്ചും തമ്മിലുള്ള ആ ഒരു ബന്ധം. ഓക്കെ, നമ്മൾ ഇൻട്രാ യൂട്രൈൻ പീരീഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് അമ്നിയോട്ടിക് ഫ്ലൂയിഡിനെ കുറിച്ച് ഇന്ന് പഠിക്കാം. ഓക്കെ, സോ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് നോർമൽ കളർ ഏർലി പ്രഗ്നൻസി, അതായത് നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ കളർലെസ് ആയിരിക്കും. ഓക്കെ, ഇനീഷ്യൽ ടൈമിൽ അത് കളർലെസ് ആയിരിക്കും. ദെൻ അറ്റ് ടേം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറ്റ് ദ എൻഡ് ഓഫ് ദ തേർഡ് ട്രൈമസ്റ്റർ. ഓക്കെ, തേർഡ് ട്രൈമസ്റ്ററിന്റെ അവസാനം അത് പെയിൽ യെല്ലോ ഓർ സ്ട്രോക്ക് കളേർഡ്. ഓക്കെ, പെയിൽ യെല്ലോ, അതായത് ഒരു തരത്തിലുള്ള ഒരു മഞ്ഞ കളറിലേക്ക് അത് എത്തും. കാരണം ഈ സെൽസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതും യൂറിൻ ഒക്കെയാണ് ഇതിന് കളർ ഇത്രയും പെയിൽ യെല്ലോ അല്ലെങ്കിൽ സ്ട്രോക്ക് കളേർഡ് ആയിട്ട് മാറ്റും. അടുത്തത്, വാട്ട് ഇസ് ദ നോർമൽ എമൗണ്ട് ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്? ഓക്കെ, അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ നോർമൽ എമൗണ്ട് എത്രയാണ്? 800 to 1200 ml അറ്റ് ടേം. ഓക്കെ, നമ്മൾ ടേം എത്തുന്ന സമയത്ത് 800 മുതൽ 1200 ml വരെയാണ് സാധാരണയായിട്ട് കാണുന്നത്. ഓക്കെ, 800 മുതൽ 1200 ml വരെയാണ് കാണുന്നത്. ആവറേജ് ആയി കണക്കാക്കുന്നത് 1000 ml. ഓക്കെ, ആവറേജ് ആയി കാണുന്നത് 1000 ml. അതാണ് കറക്റ്റ്. ഒരു ഒട്ടുമിക്ക എക്സാം പേപ്പറുകളിൽ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ABCD എന്ന് പറയുന്ന 4 ഓപ്ഷനിൽ 800 മുതൽ 1200 എന്നൊക്കെ പറഞ്ഞ ഒരു ഓപ്ഷൻസ് കൊടുക്കുന്ന കുറവാണ്. ഓക്കെ, 1000 ഇല്ലെങ്കിൽ 600 ഇല്ലെങ്കിൽ 1500 2000 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എക്സാം പേപ്പറിൽ സാധാരണയായിട്ട് കാണുന്നത്. സോ ആവറേജ് ഇറ്റ് ഈസ് 1000 ml, ഇല്ലെങ്കിൽ അത് 800 മുതൽ 1200 ml വരെ ആയിരിക്കും ടേമിൽ കാണുന്നത് കേട്ടോ. ടേമിൽ അത് മനസ്സിലാക്കി വെക്കാം. ദെൻ രണ്ട് ടെർമിനോളജീസ് ആണ് അത് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവ് സംബന്ധിച്ചുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് പോളിഹൈഡ്രോമ്യൂസ്, സെക്കൻഡ് വൺ ഈസ് ഒലിഗോഹൈഡ്രോമ്യൂസ്. ഓക്കെ, പോളി ഇറ്റ് ഈസ് ഓൾവേസ് നമ്മൾ എന്താ പറയുന്നത്, എക്സസ് അല്ലെ, എക്സസ്, അതായത് ഒരുപാട് ഫ്ലൂയിഡ് ഉണ്ട് എന്ന് പറയും. ടേമിൽ 2 ലിറ്റർ, അതായത് 2000 ml അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കാണുന്ന കണ്ടീഷനാണ് നമ്മൾ പറയുന്നത് പോളിഹൈഡ്രോമ്യൂസ്. ഓക്കെ, അത് 200 ml താഴെ ഏത് സമയത്ത്, അത് ടേമിൽ 200 ml താഴെ വരികയാണെങ്കിൽ നമ്മൾ അതിനെ ഒലിഗോഹൈഡ്രോമ്യൂസ് എന്ന് പറയും. ഓക്കെ, രണ്ട് കണ്ടീഷൻസ് ആണ് പോളിഹൈഡ്രോമ്യൂസും ഒലിഗോഹൈഡ്രോമ്യൂസും. പോളി എന്ന് പറഞ്ഞാൽ എക്സസ് ആയിരിക്കും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് 2000 ml, അതായത് 2 ലിറ്റർ, ഇവിടെ 2 ലിറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. 2000 ml കൂടി വരികയാണെങ്കിൽ അത് പോളിഹൈഡ്രോമ്യൂസും. അത് 200 ml വരുവാണെങ്കിൽ, അതായത് വളരെ കുറവാണ്, ഈ 200 ml ഒക്കെ ബേബിക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്ര വരികയാണെങ്കിൽ നമ്മൾ അതിനെ ഒലിഗോഹൈഡ്രോമ്യൂസ് എന്ന് പറയും കേട്ടോ. അടുത്ത ടോപ്പിക് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അറിയാലോ, കളർ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ കളറിലൂടെ നമുക്ക് ഒരുപാട് ഫൈൻഡിങ്സ് ഉണ്ട്. സോ ഫസ്റ്റ് വൺ, അബ്നോർമൽ കളേഴ്സിൽ ഫസ്റ്റ് വൺ ഇസ് ഗ്രീൻ കളർ. ഗ്രീൻ കളർ ഏത് കണ്ടീഷനിലാണ് കാണുന്നത്? ഓക്കെ, അത് മെക്കോണിയം സ്റ്റെയിൻ ആണ്. ഓക്കെ, മെക്കോണിയം സ്റ്റെയിൻ ആണ്. നമുക്കറിയാം ഗ്രീൻ കളർ കാണുന്നത് മെക്കോണിയം ആസ്പിരേഷൻ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട്. ഈ ഇൻട്രാ യൂട്രൈനിൽ ബേബി ഈ മെക്കോണിയം പാസ് ചെയ്ത്, മെക്കോണിയം ഇസ് എ ഫസ്റ്റ് സ്റ്റൂൾ. ഓക്കെ, അത് പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ കളർ ഓഫ് ദ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, ആ കളർ എന്തായിട്ട് മാറും? ഗ്രീൻ കളർ ആയിട്ട് മാറും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. രണ്ടാമത്തത് RH ഇൻകംപാറ്റബിലിറ്റി. ഓക്കെ, നിങ്ങൾക്കറിയാം ABO ഇൻകംപാറ്റബിലിറ്റി, RH ഇൻകംപാറ്റബിലിറ്റി ഒക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എന്താണ് ഈ RH ഇൻകംപാറ്റബിലിറ്റി? ഈ RH ഇൻകംപാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷനുമായിട്ട് റിലേറ്റഡ് ആണ്. നിങ്ങൾക്കറിയാം എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസം. അമ്മ RH നെഗറ്റീവും കൊച്ചു RH പോസിറ്റീവും ആവുന്ന സമയത്ത് ഈ ആന്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്യുകയും ഫസ്റ്റ് ബേബി ഹാപ്പി ആയിട്ട് ഇറങ്ങിപ്പോകും, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ ആന്റിബോഡി കോംപ്ലക്സ് അമ്മയുടെ ശരീരത്തിൽ അങ്ങനെ തന്നെ ഉണ്ടാവും. മദർ രണ്ടാമത് തവണ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് ഈ ആന്റിബോഡി കോംപ്ലക്സ് രണ്ടാമത്തെ ബേബിയെ പോയി അറ്റാക്ക് ചെയ്യുകയും അത് ഇൻട്രാ യൂട്രൈനിൽ ഡെത്തായി മാറുകയും ചെയ്യും. സോ ഇൻ ദ കേസ് ഓഫ് RH ഇൻകംപാറ്റബിലിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഗോൾഡൻ കളർ ആയിരിക്കും. ഗോൾഡൻ കളർ ആണ് RH ഇൻകംപാറ്റബിലിറ്റി കാണുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ച ഓരോ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ ഗോൾഡൻ കളർ കാണുന്നത് ഏത് കണ്ടീഷനിലാണ് ചോദിക്കാറുള്ളത്? ദാറ്റ് ഇസ് RH ഇൻകംപാറ്റബിലിറ്റി. ഓർമ്മിച്ച് വെക്കാം. ദെൻ അടുത്തത് യെല്ലോ, ഗ്രീനിഷ് യെല്ലോ ഓർ സാഫ്രോൺ കളർ. ഈ ഗ്രീനിഷ് യെല്ലോ ഓർ സാഫ്രോൺ കളർ കാണുന്നത് ഏത് കണ്ടീഷനിലാണെന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അത് പോസ്റ്റ് മെച്യൂരിറ്റി. 42 ആഴ്ചയ്ക്ക് ശേഷമുള്ള ഡെലിവറികളെയാണ് നമ്മൾ വിളിക്കുന്നത് പോസ്റ്റ് മെച്യൂരിറ്റി.
ഓക്കെ, പോസ്റ്റ് മെച്യൂരിറ്റി അത്ര നല്ലതല്ല. നമ്മൾ 38, 39, 40 ഈ വീക്സിൽ നമ്മൾ ഡെലിവറി എക്സ്പെക്ട് ചെയ്യുന്നതാണ്. സോ പോസ്റ്റ് മെച്യൂരിറ്റി കളറിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഗ്രീനിഷ് യെല്ലോ ഓർ സാഫ്രോൺ കളർ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ആക്സിഡന്റൽ ഹെമറേജ്. ഓക്കെ, നിങ്ങൾക്ക് ഡാർക്ക് കളറിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കാണാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ആക്സിഡന്റൽ ഹെമറേജ്. ഓക്കെ, ബ്ലീഡിങ് ഇന്റേണലി ഉണ്ടാവുകയാണ്. ചിലപ്പം വല്ല ഫോൾ ആയിരിക്കാം, പ്ലാസിന്റെ റപ്ചർ ആയിരിക്കാം. ഇങ്ങനത്തെ കുറെ കണ്ടീഷനിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ കളർ എന്തായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്? ഡാർക്ക് കളർ ആയിട്ട് മാറാനുള്ള ചാൻസ്. നെക്സ്റ്റ് വൺ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇൻട്രാ യൂട്രൈൻ ഡെത്ത്. ഓക്കെ, അതിൻ്റെ അകത്താണ് പറയുന്നത് ടൊബാക്കോ ജ്യൂസ് എന്ന് പറയുന്നത്, ഡാർക്ക് ബ്രൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപോലെ കരി കലക്കിയതുപോലെ ഇരിക്കുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കാണാൻ പറ്റുന്നത് ഇൻട്രാ യൂട്രൈൻ ഡെത്ത്. സോ ഇതൊരു ഇമ്പോർട്ടന്റ് ഫൈൻഡിങ്സ് ആണ്, ഓർമ്മിച്ചു വെക്കുക. നമുക്ക് ഇത്രയാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിനെ കുറിച്ച് കുറച്ച് ഡിസ്കഷൻ ചെയ്തത്. ഇനി നമുക്ക് ഇതുമായി റിലേറ്റഡ് ആയി PSCക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ നോർമൽ കണ്ടീഷൻ വാട്ട് ഈസ് ദ കളർ ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അറ്റ് ടേം? ഓക്കെ, ടേം നിങ്ങൾക്ക് അറിയാം, ടേം എന്ന് പറയുന്നത് നമ്മുടെ 3rd ട്രൈമസ്റ്റർ ആണ്, ഡെലിവറി അടുത്ത സമയമാണ്. ആ സമയത്ത് നോർമൽ കണ്ടീഷൻ, അതെ അവർ പറഞ്ഞിട്ടുണ്ട്, നോർമൽ കണ്ടീഷനിൽ നിങ്ങൾക്ക് ഏത് കളർ കാണാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഗ്രേ ബ്ലാക്ക്, രണ്ടാമത്തത് ഗ്രീനിഷ് കളറാണ്, മൂന്നാമത് സ്ട്രോ കളറാണ്, നാലാമത്തെ റെഡിഷ് കളറാണ്. ഓക്കെ, നമുക്ക് ഈ സ്ട്രോ കളേർഡ് ഓർ സ്ട്രോ യെല്ലോ പെയിൽ യെല്ലോ എന്നൊക്കെ പറയുന്ന കളറാണ് ഏതിൽ കാണാൻ പറ്റുന്നത്? നമുക്ക് നോർമൽ കണ്ടീഷനിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അറ്റ് ടേം. ഓക്കെ, ടേമിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. സോ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സ്ട്രോ കളേർഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എമൗണ്ട് അറ്റ് ടേം. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ടേമിൽ എത്ര എമൗണ്ട് ആണ് എന്നാണ് പറയുന്നത്. സോ ഓപ്ഷൻ എ 800 to 1000 ml, ഓപ്ഷൻ ബി 600 to 1200 ml, ഓപ്ഷൻ സി ദാറ്റ് ഇസ് 2000 ml, ആൻഡ് ഓപ്ഷൻ ഡി 1500 to 2000 ml. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് നമുക്കറിയാം, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ഞാൻ പറഞ്ഞതാണ്, ഏറ്റവും ബെസ്റ്റ്, അതായത് 800 to 1000 ml ആണ് കറക്റ്റ് ആയുള്ള ഉത്തരം. നമുക്ക് കാണുമ്പോൾ നമുക്കറിയാം 800 മുതൽ 1000 വരെയാണ് ഏത് സമയത്ത് കാണുന്നത്? ടേം, 3rd ട്രൈമസ്റ്ററിന്റെ അവസാനമൊക്കെ എത്രയാണ് കാണേണ്ടി വരും. ഓക്കെ, സോ ഇത് നമുക്ക് ഇതിന്റെ ഒരു ആവറേജ് മീൻ വാല്യൂ എന്ന് പറയും. ആവറേജ് വാല്യൂ എത്രയാണ്? നമുക്കൊരു 1000 ml ആണ്. അതായിരിക്കും കറക്റ്റ് ആയുള്ള ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. സോ എ ഇസ് ദ റൈറ്റ് ആൻസർ. സോ ഗോൾഡൻ കളർ സീൻ. ഓക്കെ, അമ്നിയോട്ടിക് ഫ്ലൂയിഡിന് ഗോൾഡൻ കളർ കാണുന്നത് ഏത് കണ്ടീഷനിലാണ് ചോദിക്കുക. ഓക്കെ, ഗോൾഡൻ കളർ കാണുന്നത് ഇൻട്രാ യൂട്രൈൻ ഡെത്ത് ആണോ, പോസ്റ്റ് മെച്യൂരിറ്റി ആണോ, RH ഇൻകംപാറ്റബിലിറ്റി ആണോ, ആൻഡ് ഹൈഡാറ്റിഡിഫോം മോൾ, ഇതിലാണോ കാണുന്നത്? ഏത് കണ്ടീഷനിലായിരിക്കും നമുക്ക് ഗോൾഡൻ കളർ കാണാൻ പറ്റും? ഇതൊരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പോസ്റ്റ് മെച്യൂരിറ്റി, ഓക്കെ 42 ആഴ്ചയ്ക്ക് ശേഷമുള്ള ഡെലിവറി, ഇൻട്രാ യൂട്രൈൻ ഡെത്ത്. ഓക്കെ, കൊച്ച് ഇൻട്രാ യൂട്രൈനിൽ ഡെത്ത് ആയിരിക്കും. ദെൻ RH ഇൻകംപാറ്റബിലിറ്റി. ഓക്കെ, ദിസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞു എർത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ഹൈഡാറ്റിഡിഫോം അത് വേറൊരു കണ്ടീഷനാണ്. ഈ ഡ്രൈ യൂട്രൈനിൽ തന്നെ ഈ ഫെർട്ടിലൈസ്ഡ് ഓവം ഡെത്ത് ആയതിനു ശേഷം അത് പ്രോലിഫറേറ്റ് ചെയ്ത് അതൊരു ക്യാൻസറസ് കണ്ടീഷനാണ്. അതുപോലെ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. യൂട്രസിന്റെ ഉള്ളിൽ തന്നെ ഇത് മോള് വളർന്ന് 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 വലുതായിട്ട് വരും. കറക്റ്റ് സമയത്ത് കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് എടുത്ത് റിമൂവ് ചെയ്യണം. അത് മാൻഡേറ്ററി ആയുള്ള കണ്ടീഷനാണ്. സോ ഗോൾഡൻ കളർ യു ക്യാൻ സീ ഇൻ ദ RH ഇൻകംപാറ്റബിലിറ്റി. സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഇതാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിനെ കുറിച്ചുള്ള ഡിസ്കഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.